തനിക്ക് കരൾ നൽകിയത് നയനയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദേവയാനി അവളോട് ഭയങ്കരമായിട്ട് സ്നേഹമാവുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ അനാമിക്കൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അനാമിക ഒരു പണി ചെയ്യാതിരിക്കുന്നതൊക്കെ കാണുമ്പോഴേക്കും ദേവയാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നയനയെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കുന്നില്ല. അങ്ങനെ നയന ചൂലൊക്കെ ആയിട്ട് രാവിലെ പെര മൊത്തം അടിച്ചു വരാൻ വേണ്ടി ഇറങ്ങാണ്. ദേവേനെ ചോദിക്കുന്നുണ്ട്, എൻ്റെ പൊന്നു നയന, ഇവിടെ മീനാക്ഷിയുണ്ട്, പിന്നെ അനാമികയും ജാനകിയും ജലജയും മറ്റെല്ലാവരും ഉണ്ടല്ലോ, പിന്നെ മോളെന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കാണ്. അത് പിന്നെ അമ്മേ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ വേണ്ടി ചെയ്യാനായിട്ട്. ലക്ഷ്മി ചേച്ചി പുറത്തെ പണികളിലൊക്കെയാ, അതുപോലെ ജാനകി ചെറിയമ്മ അടുക്കളയിലാ, ജലജാപ്പച്ചി പിന്നെ അകത്തേക്കൊന്നും കയറില്ല, നവ്യേച്ചി കിടന്ന് ബഹളം വെക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അനാമികയാണെങ്കിൽ ഫോണിൽ കുത്തി റൂമിലിരിപ്പുണ്ട്. പിന്നെ എന്ത് ചെയ്യാനാ, വീടൊക്കെ ക്ലീൻ ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, സാരമില്ല മോളെ, ആദർശിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുറം പണിക്കായിട്ട് ഒരു സെർവന്റിനെയും അകത്തെ പണിക്കായിട്ട് ഒരു സെർവന്റിനെയും കൂടി എക്സ്ട്രാ വെക്കണമെന്ന്. അപ്പോഴേക്കും ഈ പ്രശ്നവും ബുദ്ധിമുട്ടും ഒക്കെ മാറും. എൻ്റെ മോൾ ഇവിടെ വന്നത് ജോലി ചെയ്യാനൊന്നും അല്ല, എൻ്റെ മോള് അസാധ്യ കഴിവുള്ള കുട്ടിയാ, അതുകൊണ്ട് എൻ്റെ മോള് വേണം ഇവിടുത്തെ ഡിസൈനിങ് കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കാൻ എന്നൊക്കെ ദേവേനി പറയുന്നുണ്ട്. അങ്ങനെ നയന അവിടുത്തെ തുണിയൊക്കെ വാഷ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. ഈ സമയത്ത് നയന ദേവേനെ ചോദിക്കുകയാണ്, അല്ല ഇതൊക്കെ ആറ് തുണിയാൻ ചോദിക്കുന്നുണ്ട്. അത് അനാമിക അവളുടെ ഇട്ട തുണിയൊക്കെ ഇവിടെ കൊണ്ട് കൂട്ടിയിട്ടിരുന്നു, അത് ഞാൻ എടുത്തോണ്ട് പോവായിരുന്നു വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൊള്ളാലോ, നീയാണോ അവളുടെ ഇട്ട തുണിയൊക്കെ വാഷ് ചെയ്യേണ്ടത്? നീയാണ് അവളുടെ ജോലിക്കാരിയോ? അല്ലമ്മേ, ഇതൊക്കെ മുഷിഞ്ഞു നാറി കിടക്കുക, നോക്കിയേ 3-4 സാരിയുണ്ട്, ഇതൊക്കെ ഇന്നെങ്കിലും അലക്കിയില്ലെങ്കിൽ ഇവിടെ കിടന്ന് സ്മെല്ലാവും എന്നും പറഞ്ഞ് നീ വേണം അലക്കാനായിട്ട്. ആ താഴെ വാഷ് മെഷീൻ ഉണ്ട്, അതിൽ കൊണ്ടിട്ട് അവൾക്ക് അലക്കാലോ, അല്ലാതെ അലക്കല്ലൊന്നും കൊണ്ട് അലക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അവനോட ഡ്രസ്സൊക്കെ അവനും തന്നെ വേണം അലക്കാന്. എനിക്ക് സുഖമില്ലാതെ മാത്രമേ ഉള്ളൂ എൻ്റെ തുണിയൊക്കെ മറ്റുള്ളവർ അലക്കുന്നത്, അല്ലാത്ത സമയത്തെല്ലാം ഞാൻ തന്നെ അതൊക്കെ ചെയ്യാറ്. അതുപോലെ അവക്കും ചെയ്താൽ എന്താ, നീ ആ തുണിയൊക്കെ അവിടെ ഇടുമെന്ന് പറയുന്നുണ്ട്. അനാമികെ എന്ന് വിളിക്കാണ് കേട്ടോ ദേവയാനി. അപ്പോഴേക്കും റൂമിൽ നിന്നും പുറത്തേക്ക് അനാമിക ഇറങ്ങി വരുന്നുണ്ട്. അല്ല അനാമികെ, നീ എന്താ ഈ തുണിയൊക്കെ പുറത്തിട്ടിരിക്കുന്നത്? ഇതൊക്കെ വേണ്ടാത്താണോ? അല്ല വല്യമ്മേ, ഇതൊക്കെ നല്ല വില കൂടിയ സാരികളാ, ഇതൊക്കെ കൊണ്ടുപോയി വാഷ് ചെയ്യേണ്ടതാ. പിന്നെന്താ വാഷ് ചെയ്യാത്ത ഇവിടെ കൊണ്ടിട്ടേക്കുന്നേ? അത് ഞാൻ വാഷ് ചെയ്യാറില്ല. പിന്നെ ആരാ വാഷ് ചെയ്യാറ്? അത് പിന്നെ അമ്മയാ വാഷ് ചെയ്യാറ്. ചില സമയങ്ങളിൽ ദാ ഇവളും വാഷ് ചെയ്യും. ദേവേനെ ചോദിക്കാണ്, അല്ല ഏതവള്? അല്ലതാ ഈ നയന. ആ നയനനെ പലതവണ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചേട്ടത്തിന്ന് വിളിക്കണമെന്ന്. ഇനി മുതൽ അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ. നയനാന്നും അവളൊന്നും വിളിക്കുന്നത് ഞാൻ കേൾക്കാൻ പാടില്ല. ശരി വല്യമ്മേ എന്ന് അനാമിക പറയുന്നുണ്ട്. ആ എന്നാ ശരി, ദാ ഇത് കണ്ടല്ലോ, എത്രയും പെട്ടെന്ന് ഈ ഡ്രസ്സുകൾ മുഴുവനും കൊണ്ട് അലക്കിക്കോ. നിന്റെ മുഷ്ണി തുണിയൊന്നും അലക്കാൻ ഇവിടെ മറ്റാരുമില്ല. ജാനകി അടുക്കളയിൽ നല്ല തിരക്കിട്ട പണിയാ. അയ്യോ വല്യമ്മേ, ഡ്രസ്സ് അലക്കാനൊന്നും എനിക്കറിയില്ല, ഒന്നും അറിയാനില്ല. ഇത്രയും കാലം മറ്റു പലരും അലക്കി തന്നല്ലേ, വെള്ളത്തിൽ മുക്കി സോപ്പിട്ട് 2-3 പ്രാവശ്യം ഒന്ന് അലക്കി പിഴിഞ്ഞെടുത്താല് സംഭവം റെഡിയാവും. വില കൂടിയ സാരിയല്ലേ, അതുകൊണ്ട് വാഷ് മെഷീനിൽ ഇടാൻ നിൽക്കേണ്ട, കൈകൊണ്ട് തന്നെ പുറത്തേക്ക് പോയി അലക്കിയിട് എന്ന് ദേവേനി പറയുന്നുണ്ട്. അയ്യോ വല്യമ്മേ, സത്യമായിട്ട് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടിട്ടത്. നിനക്ക് നാണമില്ലേ നീ യൂസ് ചെയ്ത നിന്റെ ഡ്രസ്സ് മറ്റുള്ളവരെ കൊണ്ട് അലപ്പിക്കാനായിട്ട്? അത് മാത്രമല്ല അതും കൊണ്ട് ഇട്ടിരിക്കുന്ന കണ്ടില്ലേ, കതവിന്റെ പുറകിൽ മൂലയ്ക്ക് കൂട്ടിയിട്ട്. ഇതൊക്കെ ആരെങ്കിലും കണ്ട എന്നെ നാണക്കിടന്ന് ആലോചിച്ച് നോക്കേ. നീ എന്താ വിചാരിച്ചേ, ഇതിന്റെ സാധാരണ ഒരു വീടാണോ? ഇത്രയും വലിയ ബിസിനസ്സുകാരുടെ വീടാ, പല VIPസും പല സമയത്തും കയറി വരാനുണ്ട്. ഇങ്ങനൊരു അവസ്ഥ എങ്ങനെ കണ്ടാലേ അത് നാണക്കേട് ആർക്കാ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ വല്യമ്മേ, എനിക്ക് അലക്കാനൊന്നും അറിഞ്ഞൂടാ. അലക്കാൻ അറിഞ്ഞില്ലെങ്കിലേ പഠിക്കണം. ഈ ഡ്രസ്സുകൾ ഇഷ്ടംപോലെ മാറാൻ അറിയാലോ, അപ്പോൾ അലക്കാനും പഠിക്കണം. അല്ലെങ്കിൽ പുറത്തുള്ള ഡ്രൈ ക്ലീൻ സെന്ററിൽ കൊടുത്ത് കാശ് കൊടുത്ത് ചെയ്യിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നാ ഞാൻ ഡ്രൈ ക്ലീൻ സെന്ററിൽ കൂടെ കൊടുത്തിട്ട് വരാം. വേണ്ട, ഇപ്പൊ തൽക്കാലം പോകണ്ട. ഇപ്പൊ പോയി ആദ്യം ആ ഡ്രസ്സൊന്ന് കഴുകിയിട്. കഴുകി ഉണക്കി മടക്കി വെക്കാൻ പഠിക്കുന്നത് വരെ സ്വന്തമായിട്ട് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അയ്യോ വല്യമ്മേ, അവൻ എന്നെ കൂടെ പറ്റില്ല, നടന്നേ പറ്റുള്ളൂ, അല്ലാതെ നീ ഇനി ഇവിടെ നിൽക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് ദേവേനി പറയുന്നുണ്ട്. എന്താ വല്യമ്മ ഇതെന്ന് ചോദിക്കാണ്. നയനെ, നിന്റെ വേലക്കാരിയൊന്നും അല്ല, നിന്റെ ഡ്രസ്സുകളെല്ലാം അലക്കി തരാൻ ആ ഒരു ഓർമ്മ വേണം. അല്ല ഇവിടെ ആ ജോലിക്കാരുള്ള മീനാക്ഷി, അവൾ എന്തേലും ചോദിക്കാണ്. അതെ, മീനാക്ഷിക്ക് നിന്റെ അമ്മയുടെ പ്രായമുണ്ട്, അതുകൊണ്ട് അവളെ ഇവിടെ നിന്നുള്ള വിളിയൊന്നും വേണ്ട, ചേച്ചിനെ വിളിച്ചാൽ മതി. ഇവിടെയുള്ള എല്ലാവരും അങ്ങനെ തന്നെ വിളിക്കാറ്. ചേച്ചി പുറത്ത് എന്തൊക്കെയോ ജോലിയില്ല, അത് മാത്രമല്ല അകത്ത് വന്നിട്ട് ചേച്ചിക്ക് ബാക്കി വീടൊക്കെ ക്ലീൻ ചെയ്യാൻ വേണം. ഇത്രയും വയ്യാതെ നയന ഇതൊക്കെ കിടന്ന് ചെയ്യുന്നത് കണ്ടില്ലേ, അപ്പൊ നിനക്കെങ്കിലും സഹായിച്ചൂടെ? ചുമ്മാ കയറി അകത്ത് കയറി ഇരിക്കല്ലേ എന്നൊക്കെ ദേവേനി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ഡ്രസ്സുകൾ മുഴുവനും ദേവയാനി അനാമികയെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ട്. അങ്ങനെ അനാമിക ആ ഡ്രസ്സുകളുമായിട്ട് ദേഷ്യം പിടിച്ച് അങ്ങനെ മുറുമുറുത്തോണ്ട് അവള് നേരെ അലക്കലിന്റെ അകത്തേക്ക് പോവാണ്.
ഹോ എനിക്ക് വയ്യ. പണ്ടാരം തള്ളാം. അവള് കറിലോട്ട് അറിഞ്ഞപ്പോ തൊട്ട് അവളോട് മുടിഞ്ഞ സ്നേഹ. എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുക. എനിക്കാണെങ്കിൽ ഇതൊന്നും അറിയത്തുമില്ലെന്ന് പറഞ്ഞു പോയി. പിന്നെ എങ്ങനെ ചെയ്യും എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ചെയ്തല്ലേ പറ്റുള്ളൂ. നേരത്തെ അവര് കാണാതെ വാഷിംഗ് മെഷീനിൽ ഇട്ടാ മതിയായിരുന്നു. നാളെ തൊട്ട് ഡ്രൈ ക്ലീനിങ് സെന്ററിൽ കൊണ്ട് കൊടുക്കണം എന്നൊക്കെ അവൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അനാമിക ആ ഡ്രസ്സുകളെല്ലാം എടുത്ത് വാഷ് ചെയ്തൊക്കെ വിരിക്കുന്നുണ്ട് കേട്ടോ. ദേവേനെ പറയുന്നുണ്ട്, അറിയില്ലെന്നും പറഞ്ഞിട്ട് ഇത്ര ഭംഗിയായിട്ട് നീ വിരിച്ചല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി എല്ലാ ദിവസവും ഇതുപോലെ സ്വന്തം ഡ്രസ്സുകളെ കൂട്ടിക്കൂട്ടി ഇടാതെ അന്നന്ന് മാറുന്നത് അന്നന്ന് കൊണ്ട് അലക്കിയിടണം. അപ്പൊ പിന്നെ ഒരു ജോഡിയിൽ നിന്റെ കാണുള്ളൂ എന്ന് ചോദിക്കാണ്. അതല്ല, പന്ന സാരിയൊക്കെ ആണെങ്കിൽ വാഷ് മെഷീനിൽ കൊണ്ട് അലക്കാം. നീ പിന്നെ ഉടുക്കാറില്ല, നല്ല സാരികളാണല്ലോ, അതുകൊണ്ട് തന്നെ കയ്യിൽ ഇലക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങളെല്ലാരും അങ്ങനെ തന്നെയാണെന്ന് ദേവേനെ പറയുന്നുണ്ട്. ആ ശരി വല്യമ്മയെന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട്. ദേവിനി മനസ്സിൽ കരുതുന്നുണ്ട്, നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. ഒരു ജോലിയും ചെയ്യാതെ രാവിലെ തൊട്ട് വയ്യോളം ആ മുറിയിൽ കയറിയിരുന്ന് തള്ളയുമായിട്ട് പരദൂഷണം പറിച്ചിലും പിന്നെ അത്യാവശ്യം കള്ളത്തരങ്ങളും എല്ലാം കയ്യിലുണ്ട് എന്നൊക്കെ അവൾ മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ അനാമിക ദേഷ്യപ്പെട്ടുകൊണ്ട് അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ. ജാനകി ചോദിക്കാണ്, എന്താ മോളെ, എന്തെങ്കിലും കഴിക്കാൻ വേണോ? അമ്മേ, ഞാൻ ഇത്ര നേരം തുണി അലക്കാണെന്നോ? 6 തുണി? എന്റെ തുണി അല്ലാതെ 6 ആഹാ, മോടെ തുണി അലക്കലാണോ? അതിനെന്താ പ്രശ്നം? അമ്മ എന്താ പറഞ്ഞേ? എല്ലാ ദിവസവും എന്റെ തുണി ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ നയന അവരൊക്കെ അലക്കാറ്, പിന്നെന്തിനാ എന്നെ കൊണ്ട് അലക്കിച്ചേ? മോളെ, സ്വന്തം ഡ്രസ്സുകളൊക്കെ ഇവിടെ സ്വന്തമായിട്ട് തന്നെ അലക്കണം, അതാ ഇവിടുത്തെ നിയമം. അത് മാത്രമല്ല, ഇതൊക്കെ അച്ഛനറിഞ്ഞാലേ വലിയ വിഷയമാകും. എന്തൊരു കഷ്ടായത്. ഇത്രയും വലിയ വീട്ടില് സ്വന്തം തുണി അലക്കാൻ പോലും മറ്റാരും ഇല്ലെന്നാണോ അർത്ഥം? എന്താ മോളെ, ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? അച്ഛനൊന്നും കേൾക്കണ്ട, കേട്ടാ വലിയ വിഷയമാകും. അല്ല, മോളിപ്പോ തുണിയിലക്കാർ ആരാ പറഞ്ഞേ? അത് പിന്നെ വലിയമ്മയാ. ആണോ? വലിയമ്മ കണ്ടോ മോളുടെ തുണികള്? അതെ, ഞാൻ വെളിയിലെടുത്തിട്ടിരിക്കായിരുന്നു. നയന തൂത്തോണ്ട് വരുവായിരുന്നല്ലോ, അപ്പം പറക്കിക്കൊണ്ട് പോകുന്നു കരുതി. അവള് പറഞ്ഞു കൊടുത്തായിരിക്കും ആ ദുഷ്ടി. അങ്ങനെ വലിയമ്മ അതും കണ്ടോണ്ടെന്ന് എന്നെ കുറെ ചീത്ത പറഞ്ഞു. ഇനി മുതൽ മര്യാദയ്ക്ക് സ്വന്തം തുണി അലക്കിടാനും പറഞ്ഞു. അതേ മോളെ, ഇവിടെ എല്ലാവരും അവരുടെ തുണി സ്വന്തമായിട്ട് അലക്കിടാറ്, അതുകൊണ്ട് അത് മോളും ശീലിച്ചോണം. അമ്മ അലക്കുന്നങ്ങാണ് അച്ഛൻ അറിഞ്ഞാലേ വലിയ വിഷയം ഉണ്ടാകും, അതുകൊണ്ടാട്ടോ എന്നൊക്കെ പറയണം. എനിക്ക് ഈ ജോലിയൊന്നും ചെയ്ത് ശീലമില്ല അമ്മേ. ആ സാരില്ല മോളെ, ബാക്കി എല്ലാ ജോലികളും ഞങ്ങളല്ലേ ചെയ്യാറ്. ഈ ഒരു ജോലി, കുളിക്കുന്ന ജോലിയല്ലേ ഉള്ളൂ മോക്ക്. അതുകൊണ്ട് മോൾ ആ കാര്യങ്ങള് കൃത്യമായി ചെയ്താൽ മതിയെന്ന് ജാനകി അനാമികയോട് പറയുന്നുണ്ട്. അവിടുന്ന് നാണം കെട്ട് തുള്ളിച്ചാടിക്കൊണ്ട് അനാമിക അവളുടെ മുറിയിലേക്ക് കയറി പോവാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ട് നവ്യ നയനോട് പറയുന്നുണ്ട്, പിന്നെ ഒരു തുണി പോലും അലക്കാനില്ലെന്ന് കള്ളത്തരവാ. ഇവൾ എന്താണേലും ഇത്രയുള്ള കാശുകളോടൊന്നും അല്ല, അപ്പം നന്നായിട്ട് കഷ്ടപ്പെട്ടതിനായിരിക്കും ജീവിച്ചത്. അതൊക്കെ പുറത്തു പറയാതെ രഹസ്യമാക്കി വലിയ പുള്ളിയായിട്ട് നടക്കല്ലേ. എന്തായാലും ഇപ്പൊ നിന്റെ അമ്മായിമ്മ ഭയങ്കര സ്നേഹമാണല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇവളെ ചെറിയമ്മേനെയൊക്കെ ഒതുക്കാനേ നിന്റെ അമ്മായിമ്മ വിചാരിച്ച് നടക്കുള്ളൂ എന്നൊക്കെ ദേവേനി പറയുന്നുണ്ട് കേട്ടോ.